ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് മാക്രോലിഡ്സിനകത്ത് എറിത്രോമൈസിനാണ്. എറിത്രോമൈസിൻ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എറിത്രോമൈസിനകത്ത്. ക്ലാസിഫൈ ദി മാക്രോലിഡ് ആൻറ്റിബയോട്ടിക്സ്, then write the mechanism and action of the antibacterial spectrum of erythromycin, therapeutic use and adverse effect of erythromycin. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എറിത്രോമൈസിൻ്റെ. അല്ലാന്നുണ്ടെങ്കിൽ ആഡ് എ ഷോർട്ട് നോട്ട് ഓൺ ലിനിസോളൈറ്റ്സ്. ലിനിസോളൈറ്റിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അതിൽ നമ്മൾ ലിനിസോളൈറ്റിനെ കുറിച്ച് ഷോർട്ട് നോട്ടിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടായിരിക്കും സബ് പാർട്ടായിട്ട് ചോദിക്കുന്നത്, ഷോർട്ടസ്റ്റ് സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡി ഒക്കെ. സോ ദിസ് ഈസ് അബൌട്ട് ദി എറിത്രോമൈസിൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എറിത്രോമൈസിൻ ഇപ്പോൾ പേര് പോലെ തന്നെ ദേ ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദി സ്ട്രെപ്റ്റോമൈസിസ് എറിത്രിയസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എറിത്രോമൈസിൻ എന്ന് പേരിട്ടിരിക്കുന്നത്. മൈസിൻ എന്ന് പറയുമ്പോൾ എന്താ, CIN ലാസ്റ്റ് CIN വരുമ്പോഴത്തേക്കും ദേ ആർ ആൻറ്റിബയോട്ടിക്സ്. ദെൻ ദേ ആർ എഗെയിൻസ്റ്റ് gram positive and few gram negative bacteria like streptococci, pneumococci, staphylococcus and all. സോ ഒരു മെജോറിറ്റി ഓഫ് ഗ്രാം പോസിറ്റീവിനോടും പിന്നെ ഒരു മൈനോറിറ്റി ഒരു ഫ്യൂ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയോസിനോടുമാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് എറിത്രോമൈസിൻ. ഫസ്റ്റ് ഓഫ് ഓൾ, എറിത്രോമൈസിൻ വിൽ ഗോ ആൻഡ് ബൈൻഡ് ടു 50S റൈബോസോമൽ സബ് യൂണിറ്റ്സ്. ഓക്കെ, 50S റൈബോസോമൽ സബ് യൂണിറ്റ്. അങ്ങനെ 50S റൈബോസോമൽ സബ് യൂണിറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്ന ഒരു ഡ്രഗിൻ്റെ പേരും കൂടെ നേരത്തെ പറഞ്ഞിരുന്നു, which is chloramphenicol. So they bind to 50S ribosomal subunit like that of chloramphenicol, and they will inhibit the translocation of growing peptide chain from A side to P side. So A side to P side ഇവിടെ 50S റൈബോസോമിൽ പോയിട്ട് അവർ ബൈൻഡ് ചെയ്യാണല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു TRNA അമിനോ ആസിഡുമായിട്ട് A സൈഡിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അവിടുന്ന് അമിനോ ആസിഡ് P സൈഡിലേക്ക് പോയിട്ട് പെപ്റ്റൈഡ് ചെയിനുമായിട്ട് എന്ത് ചെയ്യും, ഒരു പ്രോട്ടീൻ ഉണ്ടാക്കി വരും. പെപ്റ്റൈഡ് ചെയിനുമായിട്ട് കൂടുതൽ അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്ത് അവസാനം അതൊരു പ്രോട്ടീനായിട്ട് മാറും. ആൻഡ് ഇവിടെ ആ സ്റ്റെപ്പാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇൻഹിബിറ്റ് ദി ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ദി ഗ്രോയിങ് പെപ്റ്റൈഡ് ചെയിൻസ് ഫ്രം A to P സൈറ്റ് ഓഫ് റൈബോസോം. ദെൻ ദി A സൈറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ബൈൻഡിങ് ദി നെക്സ്റ്റ് അമിനോ ആസിഡ്സ്. സോ ദാറ്റ് വൺസ് ഈ A സൈറ്റിലേക്ക് ഈ TRNA അമിനോ ആസിഡും കൂടെ വന്ന് TRNA കറക്റ്റായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, വൺസ് ഇത് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ A സൈറ്റ് വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ ദി അതർ അമിനോ ആസിഡ് ടു ബൈൻഡ്. സോ ദാറ്റ് ഇത് അമിനോ ആസിഡ് A സൈറ്റിൽ നിന്ന് P സൈറ്റിലേക്ക് പോകുന്നില്ലല്ലോ. അങ്ങനെ പോയാലല്ലേ A സൈറ്റ് വേക്കൻ്റ് ആവുള്ളൂ. അങ്ങനെ വേക്കൻ്റ് ആയാലല്ലേ അടുത്ത TRNA വിത്ത് അമിനോ ആസിഡിന് അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനെയാണ് ഇവർ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ഇൻഹിബിറ്റിംഗ് ദ പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് എറിത്രോമൈസിൻ ഈസ് ദാറ്റ് they will bind to 50S ribosomal subunit. As they are binding to 50S ribosomal subunit, they are specific to bacteria. ഹ്യൂമൻസിനൊക്കെ 50S റൈബോസോംസ് ഇല്ല, 60Sഉം 40Sഉം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ സെൽസിനെ ഒന്നും ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല എറിത്രോമൈസിൻ. ബട്ട് ബാക്ടീരിയൽ സെൽസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ദേ ഹാവ് 50S റൈബോസോം. അവർക്ക് 50Sഉം 30S റൈബോസോമൽ സബ് യൂണിറ്റ്സുമാണ് ഉള്ളത്. Then they will inhibit the translocation of growing peptide chains from A site to the P site. And the A site is not available. Because of that, A site is not available for binding the next amino acid and thus inhibiting the protein synthesis. Then drugs included in the erythromycin are erythromycin, roxithromycin, clarithromycin, azithromycin and spiramycin. So these are the drugs included in erythromycins, which includes erythromycin, roxithromycin, clarithromycin, azithromycin and spiramycin. Now resistance. അപ്പോൾ ഈ എല്ലാ ആൻറ്റിബയോട്ടിക്സിനും റെസിസ്റ്റൻസ്, ഓൾമോസ്റ്റ് എല്ലാ ആൻറ്റിബയോട്ടിക്സിനും റെസിസ്റ്റൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ എറിത്രോമൈസിനും റെസിസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ഈസ് എങ്ങനെ റെസിസ്റ്റൻസ് ഇവർക്ക് കിട്ടിയത്, ബിക്കോസ് ഓഫ് ദി പ്ലാസ്മിഡ് ത്രൂ പ്ലാസ്മിഡാണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ റെസിസ്റ്റൻ്റ് അല്ലാത്ത ബാക്ടീരിയയ്ക്ക് റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. ആൻഡ് ഇവരെങ്ങനെയാണ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത്, ബൈ ലോ പെർമിയബിലിറ്റി ഓഫ് ദർ മെംബ്രെയിൻ. പെർമിയബിലിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും, ഈ ആൻറ്റിബയോട്ടിക്സിനൊന്നും അവരുടെ സൈറ്റോപ്ലാസത്തിലേക്കോ പെരിപ്ലാസത്തിലേക്കോ ഒന്നും എത്താൻ പറ്റില്ല ഓർഗാനിസത്തിൽ, ബാക്ടീരിയയുടെ. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഇൻആക്ടിവേറ്റിംഗ് എൻസൈംസ്. ദേ പ്രൊഡ്യൂസസ് സം ഇൻആക്ടിവേറ്റിംഗ് എൻസൈം. എന്തിൻ്റെ, ഇപ്പോൾ പെൻസിലിൻ്റെ ഒക്കെ ആണെങ്കിൽ പെൻസിലിനേസ്, അതുപോലെ സെഫലോസ്പോറിൻ്റെ ആണെങ്കിൽ സെഫലോസ്പോറിനേസ് എന്ന് പറഞ്ഞ എൻസൈംസ്, ബിറ്റാലാക്ടമീസ് അങ്ങനത്തെ എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഇനാക്റ്റീവ് ആയി പോകും. അതുപോലെ തന്നെ എറിത്രോമൈസിനും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബാക്ടീരിയ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇനാക്ടിവേറ്റിംഗ് എൻസൈംസ്. ദെൻ ലോ അഫിനിറ്റി ഓഫ് ദി റൈബോസോംസ് ടു ദി മാക്രോലിഡ്സ്. മാക്രോലിഡ്സ് എന്ന് പറയുമ്പോൾ എന്ത്, ഈ എറിത്രോമൈസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് മാക്രോലിഡ്സ്. ദെൻ ഫാർമക്കോകൈനറ്റിക്സ്. ഫാർമക്കോകൈനറ്റിക്സ് പറയുമ്പം ഫുഡ് ഇൻ്റർഫിയറൻസ് ഉണ്ട്
during absorption there is food interference. This erythromycin is restored by the gastric acid. അതുകൊണ്ട് തന്നെ എൻട്രിക് കോട്ടഡ് ടാബ്ലറ്റ്സ് ആയിട്ടായിരിക്കും എറിത്രോമൈസിൻ വരുന്നത്, ബിക്കോസ് ദേ ക്യാൻ ബി ഡിസ്റ്റോർഡ് ബൈ ദി ഗ്യാസ്ട്രിക് ആസിഡ് ആൻഡ് ദേ ക്യാൻ ക്രോസ് ദി പ്ലാസെൻഡ ബട്ട് ദേ കനോട്ട് ക്രോസ് ദി CSF ആൻഡ് ബ്രെയിൻ. സോ ഇവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനൊന്നും ക്രോസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൈ ദേ കനോട്ട് ക്രോസ് CSF ആൻഡ് ബ്രെയിൻ ബട്ട് ദേ ക്യാൻ ക്രോസ് പ്ലാസെൻഡ. Now erythromycin is a മൈക്രോസോമൽ എൻസൈം ഇൻഹിബിറ്റർ ആണ്. ഇവർ മൈക്രോസോമൽ എൻസൈം ഇൻഹിബിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ മൈക്രോസോമൽ എൻസൈംസ് ആവശ്യമുള്ള ഹെപ്പാറ്റിക്, അതായത് ലിവറിൽ പോയിട്ട് മെറ്റബോളൈസ് ചെയ്യുന്ന ഡ്രഗ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ്, അതായത് കുറച്ച് എമൗണ്ട് കഴിക്കുന്നുണ്ടെങ്കിലും അത് ലോങ് ഡ്യൂറേഷൻ കൂടും, T12 കൂടും. ബിക്കോസ് മൈക്രോസോമൽ എൻസൈംസ് ഇല്ലല്ലോ അവരെ ഡൈജസ്റ്റ് ചെയ്യാൻ. ബിക്കോസ് ദിസ് എറിത്രോമൈസിൻ ഈസ് എ മൈക്രോസോമൽ എൻസൈം ഇൻഹിബിറ്റർ. ദെൻ this erythromycin is excreted through the bile. ഇത് ബയലിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് റീനൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ റീനൽ ഇമ്പയർമെൻറ്റ് ഉള്ള പേഷ്യൻസിന് എറിത്രോമൈസിൻ ഇസ് എ ബെസ്റ്റ് ചോയ്സ്.